ATS സോഫ്റ്റ്വെയർ എന്താണെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കിയാലോ. വെൽക്കം ടു 28th ഡേ ഓഫ് 30 days ഇന്റർവ്യൂ ക്രാക്ക് ചലഞ്ച്. ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കീവേഡ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫോൺസ് ആഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് പാറ്റേൺസ് എല്ലാം കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബുള്ളറ്റ് പോയിന്റ്സ് ആഡ് ചെയ്യാനും നോക്കുക. CV-ക്കകത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ സെക്ഷൻ വൈസ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഹെഡിങ്സും കണ്ടന്റ് എല്ലാം പ്രോപ്പർ സൈസിലായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ടേബിൾ ഫോർമാറ്റ് കഴിവതും ഒഴിവാക്കുക. നിങ്ങളൊരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അത് PDF ഫയലായിട്ട് കീപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുക.